श्याम शर्मा, ऊषा बेन, अरविंद वढेर, रमेश भाई परमार, कल्पना पटेल, रिंकू तरफदार, मुकेश जांगीर। जो सरकार का पैसा ले रहे हो ना, तो सरकारी काम क्यों नहीं करते? और सरकारी काम नहीं करना तो छोड़ दो नौकरी। क्या दिक्कत है? क्यों नहीं करते? लिखो। നിങ്ങൾ കണ്ടതാണ് യു പിയിലുള്ള ഒരു BLOയുടെ അവസ്ഥയാണ്. അതായത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞാൽ പച്ചത്തെറി വിളിച്ച് പ്രഷർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കണ്ടത്. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതിലൊന്നൊരു മാറ്റമില്ല. ഇതെല്ലാം കൂടെ താങ്ങാനാവാണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ ജോലി, കിട്ടിയ സർക്കാർ ജോലി വരെ കളയും, അല്ലെങ്കിൽ വിട്ടുപോ എന്നാ പറഞ്ഞത്. रमाकांत पांडे, सीताराम गौंड, कीर्ति कौशल, मोहम्मद लाइक. നമ്മൾ ഈ കേട്ട പേരുകളെ ഈ വോട്ടെടുപ്പിന്റെ അന്ന് കള്ളവോട്ട് ചെയ്ത ആൾക്കാരുടെ പേരല്ല കേട്ടോ. വെറും 19 ദിവസം കൊണ്ട് 16 ആളുകളാണ് മരിച്ചത്, അതും 6 സ്റ്റേറ്റുകളിൽ നിന്നായിട്ട്. ഈ SIRന്റെ കാരണത്താൽ മാത്രം. അതിൽ ചില പേര് ആത്മഹത്യ ചെയ്തതും മറ്റു ചിലർ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഹെമറേജ് ആയിട്ടും അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടും ഒക്കെയാണ് ആളുകൾ മരിച്ചു പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുമ്പോൾ പലവട്ടം പല സമയത്തായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാനും SIR ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ BLOമാർ കുറേം കൂടെ നമ്മുടെ ആളുകൾ അടുത്തോട്ട് എത്തുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോമൺ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് പല ആളുകൾ അങ്ങോട്ട് ഫോമുകൾ വാങ്ങി ഫില്ല് ചെയ്തു. അവരവരുടെ പൂർവിക, അതായത് 2002 അവർ താമസിച്ച സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഡീറ്റെയിൽസുകളെല്ലാം കളക്ട് ചെയ്തു. പലരും അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആളുകളെ കണക്ട് ചെയ്തിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ രാഷ്ട്രീയ ഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ സാക്ഷരതയുടെ ഒരു ഭാഗമായിട്ടാണത്. രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ BLOമാർക്ക് കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇവർക്ക് സർക്കാർ കാശ് കൊടുക്കുന്നില്ലേ, സർക്കാർ കാശ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരറിവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു പൈസയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. BLOമാരുടെ അടുത്ത് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അതാണ്. ഇനി അത് മാത്രമല്ല, ഇവർ ലീവ് എടുത്തിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. ഇവരുടെ സർക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ 9 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ അതിൻ്റെ മുൻപുള്ള സമയം, അതിന് ശേഷമുള്ള സമയമാണ് ഇവർ ഈ പറഞ്ഞ ആളുകളൊക്കെ തപ്പിപ്പിടിച്ച് പോകുന്നത്. ഇനി ചില 2002 ലിസ്റ്റ് എടുത്ത് ചില സമയത്ത് ആളുകൾ നോക്കുമ്പോൾ ആ ലിസ്റ്റിലുള്ള പല ആളുകളും ചിലപ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കും. 2022-23 വർഷം മുമ്പ് അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അവിടെ ആയിരിക്കില്ല. അവർ പല പല സ്ഥലങ്ങളിൽ വീട് മാറി പോയിട്ടുണ്ടാവും, വാടകക്കായിരിക്കും അന്ന് താമസിച്ചിട്ടുണ്ടാവുക. അവിടെ നിന്ന് മറ്റ് പല പല സ്ഥലങ്ങളിലോട്ട് പോയി അങ്ങനത്തെ ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇവരൊക്കെ തപ്പിപ്പിടിച്ചിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ശ്രമകരമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്, പുറത്തെ സ്ഥിതി വളരെ മോശമാണ്. അതായത് ഇനി BJPക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ SIR തന്നെ വേണം. അതായത് വോട്ട് ചോരി ആൾക്കാർ എക്സ്പോസ്ഡ് ആയി കുറേയൊക്കെ. ഇനി വോട്ട് ചോരി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ തന്നെ ആളുകൾ ഉണ്ട് എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഇനി അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് വോട്ട് ചോരിക്കുള്ളത്. എങ്കിലും ചെയ്യും അവർ, വേണ്ട പല സ്ഥലങ്ങളിൽ അവർ ചെയ്യും. കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഇതിൻ്റെ പിന്നാലെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചില സ്ഥലങ്ങൾ അവർക്ക് പേടിയുള്ളത്. ചെയ്ത് കഴിഞ്ഞ കണക്കുകൾ ഇനിയും വരാനുണ്ട്. ഇനി ഇവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും, ഈ മറ്റേ മോഡ് ഓഫ് ഓപ്പറൻറ്റ് മാറ്റിയിട്ടായിരിക്കും ഇനി അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് വോട്ട് ചോരി എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് SIR. ഈ വോട്ട് ചോരിയുടെ ഒരു ഇഷ്യൂസ് മൊത്തം പുറത്തോട്ട് വന്നപ്പോഴാണ് SIR ഇത്രയും സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മുടെ ജ്ഞാനേഷ് കുമാരനും ടീമും എത്തിയത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ പത്രസമ്മേളനങ്ങളും അത്രയും പേടിച്ചിരുന്ന് ലീവ് പോലും കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലുള്ള ആളുകൾക്ക് ലീവ് പോലും കൊടുക്കാണ്ട് ഇരുന്ന് കേട്ട് ലൂപ്പ് ഹോൾസ് എഴുതി വെക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ പുറത്തു വിട്ടിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പം അത്രയും പേടിച്ചിരിക്കുന്നവർക്ക് ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് SIR എന്നുള്ളൊരു ഓപ്ഷനാണ്. ഏത് രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ BJPനെ പൊക്കിക്കയറ്റാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളെ വോട്ട് കട്ട് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾ BJP വോട്ടേഴ്സിനെ തപ്പിപ്പിടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ള വോട്ടേഴ്സിനെ തപ്പിപ്പിടിക്കുകയല്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം വെച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗം കംപ്ലീറ്റ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് വന്നെങ്കിൽ ന്യൂനപക്ഷത്തിനോട് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇവന്മാർ ബീഫിൻ്റെ പേരിലും അമ്പലത്തിൻ്റെയും പള്ളിൻ്റെയും പേരിലും അല്ലെങ്കിൽ ജയശ്രീ രാമൻ്റെ പേരിലും ആളുകളെ കൊല്ലുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ള എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി തന്നെ വരണം. അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിലുള്ള സഖ്യകക്ഷികളെ പോലത്തെ പാർട്ടികൾ ഭരിച്ചു കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള പൂർണ്ണ അറിവുള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ട ദലിതരും മറ്റുള്ള എന്താ പറയുക ഈ മതപരമായിട്ടല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജാതിപരമായിട്ട് നോക്കുമ്പം മറ്റ് ദലിതരും മറ്റ് പാവപ്പെട്ട ആളുകൾ ഇവരൊക്കെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഒരു വലിയ വിഭാഗം ഉള്ളത്. അപ്പം SIR വെച്ചിട്ട് ഈ പറഞ്ഞ ആളുകളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ ബീഹാറിലും കണ്ട 65 ലക്ഷത്തോളം ആൾക്കാരെ കട്ട് ചെയ്തതിൻ്റെ കണക്കും അത് കഴിഞ്ഞ് അതിന് പിന്നാലെ കോടതി പോയതിൻ്റെ കണക്കും കോടതി അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ കോടതി ചോദിച്ച കാര്യങ്ങൾ എത്രത്തോളം ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചു കൊടുത്തു ഒക്കെ നമ്മൾ കണ്ടു. ഇതിലൊന്നും കാര്യമില്ല. ഇനി ഒരു 1-2 വീഡിയോ ഞാൻ വെച്ച് തരാം. എങ്ങനെയാണ് BLOമാർക്ക് SIR കംപ്ലീറ്റ് ചെയ്ത് കുറഞ്ഞ ദിവസം കൊടുത്ത് അവരുടെ കഷ്ടപ്പാടുകൾ എത്രത്തെയാണ് അവർക്ക് കേൾക്കുന്ന. നമ്മൾ പറയും അവർക്ക് അത്ര പ്രഷറൊന്നുമില്ല, വെറുതെ പറയാന്നുള്ളത്. അവർക്ക് ചീത്ത കേൾക്കുന്നതിൻ്റെ ഒരു ഭാഗം UP എന്നുള്ളത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്.
फॉर्म नहीं भरा है, लिखो तहरीर लिखो, एक सादा पन्ना लाओ, सादा पन्ना लाओ, तहरीर लिखो, कौन सा थाना है? एक भी काम नहीं किया, क्या है तहरीर लिखो, एक पन्ना लाओ, तहरीर लिखो तत्काल। और उसमें ये भी लिखना कि विभागीय अधिकारी वीडियो इन लोगों के द्वारा कोई सहयोग नहीं किया गया, इसलिए 0। इनके खिलाफ भी इनके दोनों लोगों के मुकदमा लिखो, लाओ तहरीर लाओ, FIR करिए, इसमें कोई भाई तुम क्या बदना लाओ, ये लाओ, हो गए हो, रोजगार सेवक हो तो क्या हो गए हो? क्यों नहीं काम कर रहे हो? लाओ तुम है सुपरवाइजर है, लेखपाल में एक भेज रहा हूँ, तहरीर FIR दर्ज करवाइए, मैं भेज रहा हूँ तुमको, मैं जेल में अभी बता रहा हूँ। ये विकास विभाग के जितने तुम लोग हो ना, तुम लोग एक भी काम नहीं करते, केवल फ्री का पैसा, केवल फ्री का पैसा। छोड़ दो ना, नौकरी काम नहीं करना है तो केवल सरकार का पैसा ले रहे हो ना, तो सरकारी काम क्यों नहीं करते? और सरकारी काम नहीं करना है तो छोड़ दो नौकरी, क्या दिक्कत है, क्यों नहीं करते? लिखो। നിങ്ങൾ കണ്ടതാണ് യു പിയിലുള്ള ഒരു BLOയുടെ അവസ്ഥയാണ്. അതായത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞാൽ പച്ചത്തെറി വിളിച്ച് പ്രഷർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കണ്ടത്. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റമില്ല. ഇതെല്ലാം കൂടെ താങ്ങാനാവാണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ ജോലി, കിട്ടിയ സർക്കാർ ജോലി വരെ കളയും, അല്ലെങ്കിൽ വിട്ടുപോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തരത്തിലുള്ള പല പേടികളുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ പല രക്തസമ്മർദ്ദം വന്നിട്ടും അത് ഹെമറേജ് ആയിട്ടും ഒക്കെ എന്താ പറയുക, ഒരു കാർഡിയക് ഫെയിലിയറിലോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ പേര് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. ഈ ആത്മഹത്യ ചെയ്ത ആളുകളൊക്കെ അവരുടെ കുറിപ്പിൽ എഴുതി വെച്ചത്, എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, അത് എനിക്ക് വീട്ടിലെ പ്രശ്നങ്ങളോ മറ്റ് പൈസൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല, എൻ്റെ പ്രശ്നം ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതിന് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ വൈഫ് ഇന്നലെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ട് ഉറക്കല്ലാണ്ട് കുറേ ദിവസങ്ങൾ ഇയാൾ നടക്കുന്നു, അവസാനം ഇയാൾ മരിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. അയാളുടെ വൈഫ് പറഞ്ഞ ഭാഗ്യങ്ങളാണ് ഞാൻ നെക്സ്റ്റ് കേൾപ്പിക്കാൻ പോകുന്നത്. नाम संगीता रावत है। क्या समस्या रही? समस्या है ये, जब से BLO का काम मिला है तब से बहुत टेंशन में रहते थे, किसी से बात भी नहीं करते थे। हम सुबह जाते थे, शाम को आते थे, फिर है जो चुपचाप लेट जाते थे, किसी से बात नहीं करते थे। मौत कैसे हुई? इनकी है जो है टेंशन की वजह से ब्रेन हेमरेज है, जो का अटैक पड़ा है। कहीं दिखा इनको, कहीं अस्पताल ले गए थे? अस्पताल है जो इनको है जो रात में लेके गए हैं चरक पैदल चरक में, तो वहाँ इन्होंने ब्रेन हेमरेज बताया। जी वहाँ है जो ब्रेन हेमरेज बताया, पैरालिसिस भी हो गया। 1 हफ्ते भर्ती रहे। 1 हफ्ता भर्ती रहे और बहुत इधर उधर से सबने, बहुत इधर लोगों ने मदद करके वो करा, लेकिन है जो हम बचा नहीं पाए। कुछ पैसे की कोई भी व्यवस्था नहीं हमारे पास है, इतने में हम क्या करेंगे? 10,000 रुपये मिलते हैं। अधिकारियों से अनुरोध है, डेली है जो फोन आते थे, जल्दी करके दो, जल्दी करके दो। कभी उसमें मोबाइल में जुटे रहते थे 2-2, 3-3 घंटे, कभी रात में जुटे रहते थे। हम कहते कुछ बोलते नहीं थे, इसी वजह से कि काम इनका जल्दी हो जाए। फोन भी आता था? फोन का आते थे, फोन आते थे, प्रेशर रहता था कि जल्दी काम करके दो, जल्दी। നിങ്ങൾ കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഇത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇതിൽ ആഹ്ലാദിക്കുന്ന SIR വന്നു കഴിഞ്ഞാലേ ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റൂ എന്ന് BJP നേതാക്കൾ പച്ചക്ക് അറിയാണ്ട് വിളിച്ച് പറഞ്ഞതും നമ്മൾ ഇന്നലെ കേട്ടു. SIR का जरूरत है, SIR होगा और ममता बनर्जी हारने वाली है, चिंता का कोई बात नहीं है। അതാണ് SIR വരും. SIR വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സേഫാണ്. അത് BJP ആ നേതാവ് പറഞ്ഞ SIR വന്നാലേ ഞങ്ങൾ സേഫ് ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് SIR കൊണ്ടുവരാം. SIR കൊണ്ടുവന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജയിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി തോറ്റുപോകും എന്നുള്ള പേടി വ്യക്തമായിട്ട് ഈ പറഞ്ഞ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്നലെ ഇനി ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സ്ഥലം ഒന്ന് ഈ UP ആണ്. UP ഇനിയും വർഷങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഇലക്ഷൻ. എന്നിട്ടും ഇത്രയും പെട്ടെന്ന് SIR തീർക്കണം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടുത്തെ കൂടുതൽ ആളുകളുടെ വോട്ട് കട്ട് ചെയ്ത് കളയുക, ഏറ്റവും കൂടുതൽ ആളുകളുടെ ഈ ഒരു പ്രഷറിൽ അങ്ങ് പ്രഷർ ചെയ്തിട്ട് വോട്ട് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ രാമക്ഷേത്രം, രാമനെ തിരിച്ച് വള്ളിപ്പറമ്പിൽ കൊണ്ട് അടക്കിയിട്ടും ഒരു രക്ഷയില്ല, അവിടെ തോറ്റുപോയതാണ്. അതുകൊണ്ട് ഇനി അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി SIR ഈ പറഞ്ഞ ആളുകളുടെ വോട്ട് കട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്ന ഒന്ന്. രണ്ടാമത്തെ സ്ഥലം ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഇന്നലെ മഹുവ മൈത്ര ഒരു വീഡിയോ ഇട്ടിരുന്നു, അവിടെ ആത്മഹത്യ ചെയ്തൊരു BLO പറയുന്നത്, എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല, ഈ ഒറ്റ കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആളുടെ മരണമൊഴി, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ലെറ്ററിൽ അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ട് അവർ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു പോർഷൻ ഞാൻ വെച്ചുതരാം. Hello, this is Mahua Moitra, Member of Parliament, Krishnanagar. This video
is for you, Mr. Ganesh Kumar, Honorable, not so Honorable Chief Election Commissioner of India. Last night, the 21st of November, 52-year-old Rinku Tarafdar, who was a resident of Krishnanagar and has worked as a part-time teacher at Chapra Vivekananda School, who was also a BLO, a booth-level official, as part of the SIR exercise, committed suicide. She's now dead. Her post-mortem is currently being done. She leaves behind a husband, a married daughter, and a son. Rinku has also left behind a suicide note. The suicide note is in Bengali, but I'm going to read certain parts from it. She says, "Ami bachte chai, main bachna chahti hu. I want to live. Amar samsare kono abhav nahi. I have no problems in my family. Mera sansar mein koi तकलीफ नहीं है আমার এই পরিণতির জন্য নির্বাচন কমিশন দায়ী मेरा ये अवस्था के लिए सिर्फ और सिर्फ चुनाव आयोग रिस्पॉन्सिबल है ओनली एंड ओनली द इलेक्शन कमिशन इज रिस्पॉन्सिबल फॉर दिस सिचुएशन আমি কোনো রাজনৈতিক দল করি না আই ডোন্ট বিলং টু এনি পলিটিক্যাল পার্টি খুবই সাধারণ মানুষ আমি নরমাল পারসন কিন্তু এই অমানসিক কাজের চাপে আমি বাঁচতে পারছি না দিস ইনহিউম্যান ওয়ার্ক প্রেশার আই কান্ট টেক এনিমোর খুবই কম বেতনে আমার চাকরি এই পরিশ্রমের তুলনা নেই I work for very little money. This kind of physical and mental pressure is unimaginable for me. Offline, 95% আমি কাজ করেছি, অনলাইনে করতে পারছি না. I've done 95% of my work offline, but I'm just not being able to do it online. And even though I've told my supervisor in the video, it isn't helping. I have my wife, my children, and my husband. I have no complaints. I've left a list of where I've kept my things, but I should have left my job. I didn't leave it. Now I've been registered as a BLO. Now it's too late to leave it. But only and only this pressure is responsible for me taking this decision. I want to live. I was at the best phase of my life. This letter, Mr. Kumar, has been written blaming the Election Commission for her death. You, sir, are an aider and abettor to the suicide of Rinku Karmakar, who died an untimely death due to the care. കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ കേരളത്തിലൊരാൾ ഫസ്റ്റ് കേരളത്തിലാണ് ആൾ ആത്മഹത്യ നമ്മൾ കണ്ടുല്ലേ. എങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും നമ്മുടെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ചാണകങ്ങൾ അടുപ്പിക്കാണ്ടിരിക്കാൻ മാക്സിമം ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എവിടെന്നെങ്കിലും അവർ പോയി ആളുകളെ കണ്ടുപിടിച്ച് ഇരുന്ന് കൂട്ടമായിട്ട് ഇരുന്നെങ്കിൽ ഇതൊക്കെ എഴുതി ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇത്രയും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, രാഷ്ട്രീയ ബോധം വളരെ കുറവുള്ള ആളുകളാണ്. അവർക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് ഇങ്ങനെ ചെയ്യണം, 22 വർഷങ്ങളായിട്ട് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം കാണിക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല. അവരെ പിന്നാലെ പോയി കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ BLOമാർക്ക് അവിടെ അത്ര എളുപ്പമല്ല. കാരണം അവർ റീച്ചബിൾ അല്ല പല ആളുകളും എന്നുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ SIR ഇത്രയും പെട്ടെന്ന് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നടപ്പാക്കി, അല്ലെങ്കിൽ അത് ചെയ്യാത്ത ആളുകളെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് ഈ BJP സർക്കാർ അല്ലെങ്കിൽ BJPയുടെ സെലക്ഷൻ കമ്മീഷനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനും കൂടി പരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, സത്യമായിട്ടുള്ള പോസ്റ്റാണ്. ഇങ്ങനെ പറഞ്ഞത്, SIRന്റെ പേരിൽ രാജ്യത്തെങ്ങും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ ഫലം? 16 BLOമാരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഹൃദയാഘാതം, സമ്മർദ്ദം, ആത്മഹത്യ എന്നീ ഇത് നവീകരണമല്ല, അടിച്ചമർത്തലാണ്. സത്യം ഇത് വോട്ട് അടിച്ചമർത്തുക. അതായത് ഇന്നലെ ഈ പരകാല പ്രഭാകർ നിർമ്മലാ സീതാരാമന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഇത് രക്തം ചിന്താത്ത രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തം കാണുന്നില്ല, പക്ഷെ ആളുകൾ മരിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ എന്താ പറയുക, BLOമാർ ആത്മഹത്യയുണ്ട്. അതേപോലെ തന്നെ വോട്ട് കട്ട് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ട് ഈ ആളുകളെ പൗരന്മാരെ കൊന്നെടുക്കുന്ന ഒരു രീതി. വോട്ടില്ല, ഇനി നിങ്ങൾ വോട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ SIRന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ പൗരനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി UPയിലും മറ്റ് അസാമിലൊക്കെ സെന്റേഴ്സ് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റുക. പിന്നെ അവിടുന്ന് ഏതെങ്കിലുമൊക്കെ രാജ്യത്തോട്ട് നാട് കടത്തി വിടുക. പണ്ട് നമ്മൾ അടിമകളെ നാട് കടത്തി വിട്ട പോലെ അതേ അവസ്ഥയിലോട്ട് ഇന്ത്യക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നയമായിട്ട് കാണുന്നതും. ഇതില്ലാണ്ട് BJP ഇനി രാജ്യത്ത് തന്നെ ഇല്ല എന്നുള്ള വ്യക്തത അവർക്കുള്ളത് കൊണ്ട് തന്നെ ഇത് എത്ര പ്രഷർ കൊടുത്തിട്ടും കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ഇത് ചെയ്ത് തീർപ്പിക്കുക, ബാക്കിയുള്ള ആളുകളെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് മാത്രമാണ് BJPയുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, മറ്റ് പല സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അതാണ് നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്ന ഏത് ന്യൂസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഗാനേഷ് കുമാറിനെ മാറ്റി നിർത്തിയാൽ മുമ്പ് ഇലക്ഷൻ കമ്മീഷന്മാരായിരുന്ന പല ആളുകളും രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളതും വോട്ട് കളവിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളതും. എത്രത്തോളമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വെറും ഒരു പാവയായിട്ട് മോദിയുടെ കയ്യിൽ തട്ടിക്കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ BJP RSS സംഘപരിവാർ തട്ടിക്കളിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു തിട്ട ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ഇവരൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇനി മനസ്സിലാക്കാത്തത് വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘ പരിവാര സംഘികൾ മാത്രമാണ്.